ഇപ്പോൾ സമയം 11:35 PM. ഈ പാതിരാത്രി എങ്ങോട്ടാണെന്നല്ലേ, നമുക്കിന്നൊരു എൻഗേജ്മെൻറ്റ് മേക്കോറുണ്ട്. ബ്രൈഡിൻ്റെ വീട്ടിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് ഒരു 20 മിനിറ്റ്സ് ട്രാവലിങ്ങേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഇത്ര നേരത്തെ പോകുന്നതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. ആ നിൽക്കുന്നതാണ് നമ്മുടെ ബ്രൈഡ് സ്റ്റെല്ലേൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ നാളെ. ഓൾറെഡി നമ്മൾ ഇന്ന് മധുരവെപ്പിന് വേണ്ടിയിട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് കുളിച്ച് അടുത്ത ഫംഗ്ഷന് റെഡിയാകാൻ വേണ്ടി വരുന്ന വരവാട്ടോ അത്. നെക്സ്റ്റ് വർക്ക് എനിക്ക് അവിടെ നിന്ന് കുറച്ച് ലോങ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചേച്ചിയും ചേട്ടായും കൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചേച്ചിക്കും വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് വർക്കിൽ. അപ്പോൾ ആ കാണുന്ന വീട്ടിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. കാരണം ബ്രൈഡിൻ്റെ വീട്ടിൽ എല്ലാവരും കിടന്ന് ഉറങ്ങാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ മേക്കപ്പിന് വേണ്ടി റൂം വേണമെന്ന് ബ്രൈഡ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നാളെ രാവിലത്തേക്കല്ലേ അതൊക്കെ നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞപ്പോൾ ബ്രൈഡ് പറഞ്ഞു ഇല്ല ഇപ്പം തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുക കേട്ടോ എങ്ങോട്ട് ഇത്ര നേരത്തെ റെഡി ആയിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ അത്രയും വെളുപ്പിന് നമ്മൾ ബ്രൈഡിനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. രാത്രി 12 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ 2 മണി 2:30 ആയപ്പോഴത്തേനും മേക്കപ്പ് ഫിനിഷ് ചെയ്തായിരുന്നു കേട്ടോ. നല്ല വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം പിറ്റേ ദിവസം എൻഗേജ്മെൻറ്റിന് ഫുൾ ഡേ ഇങ്ങനെ നിൽക്കണമല്ലോ, ക്ഷീണം പിടിക്കുമോ, എന്താവും എന്നുള്ളൊരു ടെൻഷൻ കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ ബ്രൈഡ് ഭയങ്കര കൂളായിരുന്നു. അതുകൊണ്ട് മാക്സിമം ടൈം ഞങ്ങൾ ബ്രൈഡിനെ കിടത്തിക്കൊണ്ട് ഉറക്കിക്കൊണ്ടാണ് മേക്കപ്പ് ചെയ്തിരുന്നത് കേട്ടോ. കാരണം അത്രയും നേരമെങ്കിലും റെസ്റ്റ് എടുത്തോട്ടെ എന്ന് ഓർത്തിട്ട് ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. 2-3 വർഷം മുൻപ് ഞാൻ ഓൾറെഡി സ്റ്റെല്ലേൻ്റെ ചേച്ചീനെ വെഡിങ്ങിന് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അന്നും ഇതേപോലെ എനിക്ക് ആ ഡേറ്റിൽ ആ വർക്കുള്ളത് കൊണ്ട് അവർ കല്യാണം വേറെ ഡേറ്റിലേക്ക് മാറ്റി വെച്ചു എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഓരോരുത്തർ ചെയ്ത് തരുമ്പം നമ്മുടെ മേക്കപ്പിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് തരും. സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഐ മേക്കപ്പ് കഴിഞ്ഞ് ഞാൻ കണ്ണിൻ്റെ അടിയിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൈഡ് നൈസായിട്ടൊന്ന് എണീപ്പിച്ചു. അപ്പോൾ നമ്മുടെ സ്റ്റെല്ല മറന്നുപോയി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം കേട്ടോ. നേരെ കണ്ണ് തിരുമാനാണ് പോയത്. കാരണം അത്ര ക്ഷീണമുള്ളതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രൈഡിനോട് പറഞ്ഞു കൊടുത്തു മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ ഉറങ്ങിക്കൂ, അങ്ങനെ ഒരു ചിന്ത വേണം കേട്ടോ, കണ്ണൊന്നും തിരുമിയേക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കിടത്തി ഉറക്കിയത്. അങ്ങനെ നമ്മുടെ മേക്കപ്പും ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതേപോലെ ഇത്രയും നേരത്തെ നമ്മുടെ ബ്രൈഡ് റെഡി ആയിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എനിക്ക് ഈ ഡേറ്റിലൊരു വർക്ക് ഉണ്ടായിരുന്നു, കുറച്ച് ദൂരെയായിരുന്നു. നമ്മുടെ ബ്രൈഡിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഡേറ്റും എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റും പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ട വന്നു. അപ്പോൾ എനിക്ക് ഈ ഡേറ്റിൽ വർക്ക് ഉള്ളത് കൊണ്ട് നമ്മുടെ ബ്രൈഡ് പറഞ്ഞു താൻ തന്നെ ചെയ്താൽ മതി, ഞാൻ എത്ര നേരത്തെ വേണമെങ്കിലും റെഡി ആയിരിക്കാൻ ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മേക്കപ്പ് ഇത്ര നേരത്തെ ചെയ്ത് കൊടുത്തത് കേട്ടോ. എനിക്ക് വേണ്ടി ഇത്ര എഫേർട്ട് എടുത്ത് ഉറക്കം പോലും ഇല്ലാതെ മേക്കപ്പിന് വേണ്ടി വന്ന സ്റ്റൈലിലേക്ക് താങ്ക് യു സോ മച്ച്. കാരണം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ല, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ഐ ആം സോ ബ്ലെസ്ഡ്. എൻ്റെ കുറേ ബ്രൈഡ്സ് ഉണ്ട് ഡേറ്റ് മാറ്റി വെക്കുക, അതേപോലെ ടൈം എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്ന കുറേ ബ്രൈഡ്സ് ഉണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പേജ് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.